ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ മഹത്തായ ദിവസം നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എത്ര വലിയ കടമുണ്ടെങ്കിലും വീടുമെന്ന് മഹാന്മാര്, വലിയ വലിയ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ സ്വലാത്തെന്നും എത്ര പ്രാവശ്യം ചെല്ലണമെന്നും സ്വലാത്തിന്റെ മഹത്വങ്ങളെ കുറിച്ചും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ ദഫഉ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും അതുപോലെ തന്നെ തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദുആക്ക് വേണ്ടി നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മജ്ലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ അതിമഹത്തായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. ഈ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ എത്ര വലിയ പടുകൂറ്റൻ കടമാണെങ്കിലും മല പോലെയുള്ള കടമാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അത് വീട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാഹു എത്ര വലിയ കടമുണ്ടെങ്കിലും ആ കടത്തിൽ നിന്നൊക്കെ നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചും ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നമ്മൾക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. നാം പതിവാക്കേണ്ട സ്വലാത്ത് ഏതാണ്, ആ അത്ഭുതകരമായ സ്വലാത്ത് ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾക്ക് പറയാം. കാരണം ഒരുപാട് ആളുകൾക്ക് തിരക്കുണ്ടാകും. അപ്പൊ വീഡിയോ മുഴുവനും കാണാൻ പല ആളുകൾക്കും സമയം ഉണ്ടാവില്ല. അപ്പൊ ആദ്യം ആ സ്വലാത്ത് ഏതാണെന്ന് നമ്മൾക്ക് പരിചയപ്പെടാം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി എന്റെ കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ഒന്നുകൂടെ നമ്മൾക്ക് ഒപ്പം ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ഈ സ്വലാത്താണ് നമ്മൾ പതിവാക്കേണ്ടത്. ഒരുപാട് വലിയ ഉസ്താദുമാര് ഈ സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കുമായിരുന്നു. നമ്മളെ പ്രശ്നങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം കഴിയുമെങ്കിൽ 300 സ്വലാത്തെങ്കിലും ചെല്ലണം. ഈ സ്വലാത്തിനെ കുറിച്ചല്ല, നമുക്കറിയുന്ന ഒരു സ്വലാത്ത് 300 പ്രാവശ്യമെങ്കിലും ചെല്ലണമെന്ന് മഹാന്മാര് നിർദ്ദേശിച്ചതായി കാണാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന കൂട്ടത്തിൽ ഈ സ്വലാത്ത് ഒരു 100 പ്രാവശ്യമെങ്കിലും ചെല്ലുക. ഒരു 100 പ്രാവശ്യമെങ്കിലും ചെല്ലുക. ഇത് വെള്ളിയാഴ്ച ദിവസം മാത്രം ചെല്ലേണ്ടതല്ല. എത്ര ദിവസം നമ്മൾക്ക് ചെല്ലാൻ കഴിയോ, ഏതൊക്കെ സമയത്ത് നമ്മൾക്ക് ചെല്ലാൻ കഴിയോ ആ സമയത്തൊക്കെ നമ്മൾ ചെല്ലണം. ഇൻഷാ അല്ലാഹ് ഇത് എഴുതിയെടുത്തിട്ട് സ്ക്രീനിൽ കണ്ടല്ലോ, അതുകൊണ്ട് എഴുതിയെടുത്തിട്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ പതിവാക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ
النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما അല്ലാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹുവിന്റെ മാലാഖമാര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുക എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം. ല്ലേ? അങ്ങനത്തെ വേറൊരു ഇബാദത്തില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, എന്റെ മലക്കുകളും ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചൊല്ലി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തി ഇബാദത്ത് ഉണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. അതാണ് സ്വലാത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരാൾ സ്വലാത്ത് പതിവാക്കിയാൽ അവർക്ക് ലഭിക്കുന്ന ഗുണം എന്താണ്? മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹമാണ്. ഈ ലോകത്ത് നമ്മളെ ആര് സ്നേഹിച്ചിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ സ്നേഹമില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പൊ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്നത് മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ മഹബ്ബത്താണ്, അല്ലാഹുവിന്റെ സ്നേഹമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം മഹബ്ബത്തുർ റസൂൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നമ്മൾക്ക് കരഗതമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സ്വലാത്ത് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കേവലം വെള്ളിയാഴ്ച മാത്രമല്ല, റബീഉൽ അവ്വൽ മാസമല്ല, നിസ്കാരത്തിന്റെ ശേഷമല്ല, മദ്രസ വിടുമ്പോൾ മാത്രമല്ല, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമല്ല, പിരിയുന്ന സമയത്ത് മാത്രമല്ല, ജീവിതത്തിൽ എന്നും സ്വലാത്ത് പതിവാക്കണേ, പതിവാക്കണേ ഉമ്മമാരെ, സഹോദരിമാരെ. മൂന്നാമത് നമ്മൾക്ക് ലഭിക്കുന്നത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. ആര് നമ്മളെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലും അല്ലാഹു തൃപ്തിപ്പെടണം. അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയും സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയാണ്. അത് വല്ലാത്ത ഒരു തൃപ്തിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി ഇല്ലാതെ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം റസൂലിന്റെ തൃപ്തി കരസ്ഥമാക്കണം. ആ റസൂലിന്റെ തൃപ്തി കരസ്ഥമാക്കണോ? ചൊല്ലിക്കോളൂ സ്വലാത്ത്, എന്നും ചൊല്ലിക്കോളൂ. ജീവിതത്തിൽ മരണം വരെ സ്വലാത്ത് മുറുകെ പിടിക്കുക. അതുപോലെ ലഭിക്കുന്ന നാലാമത്തെ ഗുണമെന്താണ്? അഞ്ചാമത്തെ ഗുണമെന്താണ്? ഹൗലുൽ കൗസർ. സുബ്ഹാനല്ലാഹ്, നാളെ മഹ്ശറയിൽ എല്ലാവരും ദാഹിച്ചു വലയുന്ന ഒരു സമയമാണ്. എല്ലാവരും ദാഹിച്ചു വലയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് പ്രത്യേകമായി കൊടുത്ത ഒരു അനുഗ്രഹമാണ് ഹൗലുൽ കൗസർ എന്ന് പറയുന്ന വെള്ളം. ആ വെള്ളം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ. അതുപോലെ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് ശഫാഅത്തുർ റസൂൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്താണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്താണ്. നമ്മൾ പാടാറില്ലേ? അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇൻദായാ സയ്യിദി ഖൈറൻ നബി ജല്ലൂസ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയും സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ. മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും വിജയമാണ്. നമ്മളെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകും. എന്ത് ഉദ്ദേശിച്ചാണോ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്? കടം വീടാനാണോ? സ്വലാത്ത് മതി. നമ്മളെ ദാരിദ്ര്യം മാറാനാണോ? സ്വലാത്ത് മതി. ഭക്ഷണത്തിൽ വിശാലതക്കാണോ? സ്വലാത്ത് മതി. കച്ചവടത്തിൽ ബറക്കത്തിനാണോ? സ്വലാത്ത് ചൊല്ലിക്കോ. ഇങ്ങനെ ഏത് ആവശ്യങ്ങൾക്കും സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് പരിഹാരമാണെന്ന് മഹത്തുക്കളെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്തിനെ എന്തിന് നമ്മൾ ഒഴിവാക്കണം? നമ്മളെ ജീവിതത്തിൽ നിന്ന് സ്വലാത്ത് ഒഴിവാക്കല്ല വേണ്ടത്, ജീവിതത്തിൽ കൊണ്ട് നടക്കുകയാണ് വേണ്ടത്. അല്ലാഹുവേ, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കടക്കാരായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാലത നൽകണേ അല്ലാഹ്.
ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലുണ്ട്, സാധുവായ എന്റെ മൂത്താപ്പ ഹോസ്പിറ്റലിലാണ്, ശിഫ നൽകണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ അല്ലാ. ഇങ്ങനെ പല പല അസുഖമുള്ള ആളുകൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. രോഗം കൊണ്ട് വേദന കാരണം പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. പടച്ചവനെ, വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. വീട് തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കള്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് സ്നേഹമുള്ള മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുസ്വഭാവങ്ങൾ മാറ്റണേ റഹ്മാനെ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാക്കണേ അല്ലാ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖും മനസ്സും നൽകണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. സിഹിറിനെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണീറിനെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാലുക്കളെ തൊട്ട് കാക്കണേ റഹ്മാനെ. എന്ത് ജിന്നുബാധ ഉണ്ടെങ്കിലും സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുടെ ഖബറൊക്കെ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗമാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കള്, വല്ലുപ്പ വല്ലുമ്മമാര്, ഭാര്യ മക്കള്, ഞങ്ങളെ കുടുംബക്കാര്, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, അവരെ ഭാര്യ മക്കള്, കുടുംബക്കാര്, ഞങ്ങളെ അയൽവാസികള്, ഞങ്ങളെ കൂട്ടുകാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, സഹായിച്ചവര്, ഭക്ഷണം തന്നവര്, എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. മരണത്തിനെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ആര് ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഒരുപാട് മാതാപിതാക്കളും മക്കളെ പ്രശ്നം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അങ്ങനെ പല പല കച്ചവടങ്ങളും ബിസിനസ്സും തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഖൈറ് നൽകണേ അല്ലാ. ആഖിറത്തിലും ദുനിയാവിലും വിജയം നൽകണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. മുത്തുനബിയുടെ മഹബ്ബത്ത് നൽകണേ അല്ലാ. നിന്റെ തൃപ്തി നൽകണേ റഹ്മാനെ. മുത്തുനബിയുടെ പൊരുത്തം നൽകണേ അല്ലാ. മുത്തുനബിയുടെ ചാരത്ത് സീറ്റ് നൽകണേ അല്ലാ. മുത്തുനബിയുടെ ഹൗലുൽ കൗസർ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇനിയും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെ നിനക്കറിയാം. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട്. ഞങ്ങളെ മജ്ലിസിന്റെ താഴെ കമന്റ് എടുത്ത ആളുകളുണ്ട്. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിനക്കറിയാം. അതൊക്കെ പരിഹരിക്കണേ റബ്ബേ. അതൊക്കെ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിബറകത്തി നബീക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. കരുണ ചെയ്യണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.